ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ 10th പ്രിലിംസിന് ഞാൻ കൂടി നമ്മുടെ മുന്നിൽ 83 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി നമ്മൾ ഇപ്പൊ ഇന്നും ടൈം ടേബിൾ ഇടുന്നുണ്ട് 10th പ്രിലിംസിന്റെ. അപ്പൊ എല്ലാവരും മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ 10th പ്രിലിംസിന് അങ്ങനെ 10 മാർക്കിന്, അതുപോലെ നമ്മുടെ മെയിൻസിനാണെങ്കിൽ 20 മാർക്കിനാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് പോർഷൻ വരുന്നത്. അതായത് നമ്മുടെ റാങ്കിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ. അപ്പൊ അത് എങ്ങനെ പഠിക്കണേന്നൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അവരോട് കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ പറയാറുണ്ട്. ബേസിക്കലി ഞാൻ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്, ഞാൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, ഞാൻ ഏതൊക്കെ യൂട്യൂബ് ചാനൽ അതുപോലെ ഏതൊക്കെ ടെലിഗ്രാം ചാനലാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ 4 മെത്തേഡാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ബുക്കിന് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇതുപോലെ ആസ്ത അക്കാദമിയുടെ കറണ്ട് അഫയേഴ്സ് ബുക്കാണ്. ഞാൻ ബേസിക്കലി ഇവരെ യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇതിന്റെ സെയിം PDF തന്നെ അവർ എന്റെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എന്റെ കോപ്പി എടുത്ത് വെച്ച് പഠിക്കാറ് പതിവ്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന ബുക്ക് എന്ന് പറയാനായിട്ട്. അടുത്തതായിട്ട് ഞാൻ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടെലിഗ്രാം ചാനൽ എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് അപ്പൊ നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സിനാണെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനൽ യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പത്രവാർത്തകൾ, അതുപോലെ PSC വായനശാല, പിന്നെ ഈ ആസ്ഥ അക്കാദമി ടെലിഗ്രാം. ഈ 3 ടെലിഗ്രാം ചാനൽസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ആസ്ഥ അക്കാദമിക്ക് ഇനി അവർ മന്ത്ലി ആയിട്ട് അറിയിക്കാം. പക്ഷെ പത്രവാർത്തകളായാലും അല്ലെങ്കിൽ PSC വായനശാല ആയാലും ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോട്ട് ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം. ഞാൻ മെയിൻ ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും മാതൃഭൂമിയുടെ തൊഴിൽ വാർത്ത, അല്ലെങ്കിൽ മലയാള മനോരമയുടെ തൊഴിൽ വീതിയൊക്കെ. ഇപ്പൊ അത് നമുക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് വരുത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ വീക്കിലി അവര് ഏറ്റവും ആ ഒരു വീക്കിലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അവർ കൊടുക്കാറുണ്ട്. അത് നമുക്ക് വേണ്ടി ഫോളോ ചെയ്യാം. നാലാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രീവിയസ് ആയിട്ട് കഴിഞ്ഞ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരും. ആൻഡ് കഴിഞ്ഞ ഒരു കുറച്ച് എക്സാംസിനൊക്കെ ഞാൻ പോയിട്ടത് അത് നമ്മുടെ ഈ പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ബുക്സ് നോക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ആൻഡ് 70 to 80% അതിൽ നിന്ന് തന്നെ എനിക്ക് വന്നിട്ടുള്ളത്. എന്റെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ എല്ലാവരും ഫോളോ ചെയ്യാൻ